ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ അടുത്തിടെ ബംഗാളി ഭാഷയിൽ റിലീസായ ഒരു വ്യത്യസ്ത ത്രില്ലർ സിനിമയായ അത്തോയെ കുറിച്ചിട്ടാണ് വിശദീകരിക്കാൻ പോകുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരാണ് നമ്മളെന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ ഈ സിനിമയിൽ നായകന്റെ സുഹൃത്ത് കാരണം അവസാനം സ്വന്തം ഭാര്യയെ തന്നെ സംശയിക്കേണ്ടി വരുന്ന ഒരു നായകനെ കുറിച്ചിട്ടാണ് ഈ സിനിമ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നറിയാൻ സിനിമ കാണുക തന്നെ വേണം. ഞാൻ കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലർ ആയി പോകും. സിനിമ വളരെ രസകരമാണ്, നല്ലൊരു മെസ്സേജും പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ സിനിമയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തും. സോ സിനിമയിലേക്ക് കിടക്കാം. സിനിമ തുടങ്ങുമ്പോൾ അത്തോയ് എന്ന ടൈറ്റിൽ കാർഡിന് ശേഷം ഗോഗു എന്ന കഥാപാത്രത്തെയാണ് കാണിക്കുന്നത്. വിദേശത്ത് ക്യാൻസറിനെ കുറിച്ച് പഠിക്കുന്ന ഇയാൾ ഇന്ത്യയിൽ തന്റെ സുഹൃത്തിനെ കാണാൻ വന്നതാണ്. ബൈക്കിൽ പോകുമ്പോൾ അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. സർ വേഗം വരൂ, നിങ്ങൾ ശരിയായ വഴിയിലാണ്, ഞാനാണോ തെറ്റായ വഴിയിൽ വരുന്നത് എന്ന് അയാൾ തിരിച്ചു ചോദിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഗോഗോയുടെ ഉറ്റ സുഹൃത്താണ് അത്തോയ്, നമ്മുടെ സിനിമയിലെ നായകൻ. അത്തോയ് എന്ന പേര് അത്ര പരിചിതമല്ലാത്തതുകൊണ്ട് നമുക്ക് അവനെ അരുൺ എന്ന് വിളിക്കാം. അരുൺ ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു. എന്നാൽ ഗോഗോയ്ക്ക് ഇത് ഇഷ്ടപ്പെടാതെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചു. അവസാനം ആ പെൺകുട്ടി രണ്ടുപേരെയും ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോകുന്നു. ഇത് ഗോഗോയെ സന്തോഷിപ്പിച്ചു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഗോഗോയ്ക്കും അരുണിനും ചെറുപ്പം മുതലേ അത്ര ചേർച്ചയില്ലായിരുന്നു എന്ന്. ക്ലാസ്സിൽ അരുണിന് നല്ല മാർക്ക് കിട്ടുമ്പോൾ ടീച്ചർമാർ ഗോഗോയോട് നിനക്ക് ഒരിക്കലും അരുണിനെ പോലെ മാർക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് പറയായിരുന്നു. ഇത് കേട്ട് ഗോഗോയ്ക്ക് ദേഷ്യം വർദ്ധിച്ചു. എന്നാൽ പുറമെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. അതിനു മുമ്പ് ചെറുപ്പത്തിൽ ഗോഗോയുടെ അമ്മ അരുണിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും സ്നേഹത്തോടെ പരിപാലിക്കുകയും ചെയ്തിരുന്നത് ഗോഗോയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ ചെറുപ്പം മുതലേ അവർക്കിടയിൽ വെറുപ്പ് വളർന്നിരുന്നു. അരുണിന് ഗോഗോയോട് നല്ല അഭിപ്രായമായിരുന്നു. എന്നാൽ ഗോഗോ അരുണിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചു. പ്രസന്റിൽ ഗോഗോ അരുണിന്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. അരുൺ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗ്രാമത്തിൽ എല്ലാവരെക്കാളും നല്ല പേരും പ്രശസ്തിയും നേടിയ ഒരു കമ്മ്യൂണിറ്റി ലീഡറാണ് അരുൺ. ഗോഗോ ആ പരിപാടിയിൽ പങ്കെടുത്ത് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൻ മില്ലി എന്നൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. മില്ലിക്ക് ഗോഗോയെ ഇഷ്ടമാണ്. മില്ലിയുമായി കുറച്ചു നേരം സംസാരിച്ച ശേഷം അവൻ ദിയ എന്ന മറ്റൊരു പെൺകുട്ടിയെ കാണാൻ പോകുന്നു. ദിയ വാഷ്റൂമിലായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ ഗോഗോയെ കണ്ട് പരിഭ്രമിച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. വാഷ്റൂമിന് പിന്നിൽ ഒരാളെ കാണുന്നുണ്ട്. അയാൾക്ക് ദിയയോട് വലിയ ഇഷ്ടമാണ്. അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച് അവളെ പിന്തുടരുകയാണ്. ഇപ്പോഴും അതിനാണ് അവൻ വാഷ്റൂമിന് പിന്നിൽ വന്നത്. ഇത് മനസ്സിലാക്കിയ ഗോഗോ ഇവന് ദിയയോട് വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്റെ പദ്ധതിയിൽ ഇവനെയും ഉപയോഗിക്കാം എന്ന് മനസ്സിൽ കുറിച്ചിടുന്നു. ഗോഗോ ഈ ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഫോണിൽ സംസാരിച്ച ആൾ ദിയയുടെ അച്ഛനായിരുന്നു. ഇപ്പോൾ ദിയയുടെ അച്ഛൻ അവളുടെ വീട്ടിൽ വന്ന് മോളെ നമുക്ക് വീട്ടിലേക്ക് പോകാം, ഈ പ്രണയമൊന്നും ശരിയാവില്ല, നമുക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, അഭിമാനമാണ് പ്രധാനം എന്ന് പറയുന്നു. എന്നാൽ ദിയ എനിക്ക് അരുണിനെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ അരുണിന്റെ കൂടെ ജീവിക്കൂ എന്ന് മറുപടി നൽകുന്നു. അരുണും ദിയയും പ്രണയത്തിലാണ്. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ദിയ അരുണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് അച്ഛൻ വന്നത്. ഈ വിവരം ഗോഗോയാണ് ദിയയുടെ അച്ഛന് നൽകിയത്. ദിയ അച്ഛനോടൊപ്പം പോകാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം അരുണിനോട് ദേഷ്യത്തോടെ പറഞ്ഞു, ചെറുപ്പം മുതൽ അവളെ ഞാൻ എത്ര സ്നേഹത്തോടെയാണ് വളർത്തിയത്, ഇന്ന് അവൾ എന്നെ ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരുന്നു. പക്ഷെ ഓർത്തോ, ഒരു ദിവസം അവൾ നിന്നെയും വഞ്ചിക്കും. ഗോഗോയാവട്ടെ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്ന ദിയയുടെ അച്ഛന്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട്, സാർ നിങ്ങളുടെ മകളെ കുറിച്ച് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ആ അരുൺ ഒരു വലിയ തട്ടിപ്പുകാരനാണ് എന്ന് പറഞ്ഞ് അരുണിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. തുടർന്ന് അരുണിന്റെ കുട്ടിക്കാലം കാണിക്കുന്നുണ്ട്. അരുണിന്റെ അമ്മ അവനെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. കഴിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഒരു തൂവാലയിൽ ഹൃദയത്തിന്റെ ചിഹ്നം തുന്നിച്ചേർത്ത് അരുണിന് നൽകിയിട്ട് ഇതെന്റെ മരുമകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ മരിച്ചുപോയി. പ്രസന്റിൽ അരുൺ ദിയയോടൊപ്പം സന്തോഷമായി സമയം ചെലവഴിക്കുന്നത് കാണിക്കുന്നു. അമ്മ നൽകിയ ഹൃദയ ചിഹ്നമുള്ള കർച്ചീഫ് അവൻ ദിയയ്ക്ക് നൽകുന്നു. പിന്നീട് ഗോഗോ മില്ലിയെ രഹസ്യമായി കണ്ട് അവളുമായി അടുത്തിടപഴകുന്നു. ഗോഗോ വിദേശത്തേക്ക് പോകുമെന്നും തനിക്കും കൂടെ പോകാമെന്നും മില്ലി കരുതുന്നു. എന്നാൽ ഗോഗോ മില്ലിയോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ അവൾ അരുണിനെ കുറിച്ച് സംസാരിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോൾ നീ അവനെ കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ച് ഗോഗോ അവളെ സംശയിച്ച് അവിടെ നിന്ന് പോകുന്നു. മില്ലി തന്റെ ദുപ്പട്ട അവിടെ ഉപേക്ഷിച്ചു പോകുന്നു. അവിടെ വന്ന ഒരാൾ ആ ദുപ്പട്ട എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. അയാൾക്ക് മില്ലിയോട് വലിയ ഇഷ്ടമാണ്. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അരുണും ദിയയും രജിസ്റ്റർ വിവാഹം കഴിക്കുന്നു. അവരുടെ ആദ്യ രാത്രിക്ക് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഗോഗോ തന്നെ മുന്നിട്ട് വന്ന് ചെയ്യുന്നു. ഇതെല്ലാം അവൻ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. ദിയയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് ഈ വീഡിയോ കാണിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ അരുണിനെ തീർക്കാം, നിനക്ക് ദിയയെ സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് അവനെ പ്രേരിപ്പിക്കുന്നു. അടുത്ത ദിവസം രാവിലെ നിഖിൽ എന്നൊരാൾ ദിയയുടെ അടുത്തേക്ക് വന്ന് അവളെ സ്നേഹത്തോടെ പരിചരിക്കുന്നു. അവൻ അരുണിന്റെ അസിസ്റ്റന്റ് ആണ്. ദിയയെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അവർക്കിടയിൽ നല്ലൊരു ബന്ധമുണ്ട്. വീട്ടിലേക്ക് വന്ന ഉടനെ ദിയയുടെ വസ്ത്രധാരണം കണ്ട് ഇങ്ങനത്തെ വസ്ത്രങ്ങളാണോ നീ ധരിക്കുന്നത് എന്ന് ചോദിച്ച് ഡ്രസ്സ് മാറാൻ പറയുന്നു.
ഞാനൊരു ആവശ്യത്തിന് പുറത്തേക്ക് പോവാണ് എന്ന് ദിയയോട് പറഞ്ഞ് അരുണും നിഖിലും പോകുന്നു. വഴിയിൽ വെച്ച് അരുൺ പറയുന്നുണ്ട്, ഞാൻ ദിയയെ ഗോഗോയുടെ കൂടെ തനിച്ചാക്കി വന്നല്ലോ, എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു, നീ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോയെന്ന് പറഞ്ഞ് നിഖിലിനെ തിരിച്ചയക്കുന്നു. നിഖിൽ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഗോഗോ ദിയയോട് മോശമായി പെരുമാറാൻ ശ്രമിക്കുകയും അവളെ ചുംബിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് നിർത്തിയിട്ട് ഞാൻ കാപ്പി എടുക്കാൻ വന്നതാണ് എന്ന് പറയുന്നു. ഇത് ദിയയെ ഭയപ്പെടുത്തുന്നുണ്ട്. പുറത്തുപോയി നോക്കുമ്പോൾ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾക്കിടയിൽ ഹൃദയ ചിഹ്നമുള്ള ആ കർച്ചീഫ് കാണുന്നു. ദിയ അവിടേക്ക് വന്ന് ആ തൂവാലയിൽ തുടരുത്, അത് അരുണിന്റെ അമ്മ അവന് സമ്മാനിച്ചതാണ്, എനിക്ക് തരാൻ പറഞ്ഞിരുന്നു, വളരെ സെന്റിമെന്റൽ ആണ്, അരുൺ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് കർച്ചീഫ് വാങ്ങുന്നു. ഓ, ഈ തൂവാലയ്ക്ക് ഇത്ര പ്രാധാന്യമുണ്ടോ? ഞാൻ അരുണിന്റെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്താണ്, എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഗോഗോ മനസ്സിൽ പറയുന്നു. അപ്പോഴേക്കും നിഖിൽ അവിടേക്ക് വരുന്നുണ്ട്. നിഖിൽ ദിയയോട് കുറച്ച് അടുത്ത് ഇടപഴകുന്നത് ഗോഗോ ജനലിലൂടെ വീഡിയോ എടുക്കുന്നു. നിഖിൽ അവിടെ നിന്ന് പിങ്കി എന്നൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്നു. പിങ്കി ആ ഗ്രാമത്തിലെ ഒരു വേശ്യയാണ്. നിഖിലിന് പിങ്കിയെ ഇഷ്ടമാണ്. എന്നാൽ പിങ്കി, നീ ആ അരുണിന്റെ കൂടെ ജോലി ചെയ്യുന്നവനല്ലേ, ഇതൊക്കെ തെറ്റാണ്, എന്നെ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ വിഷമിപ്പിക്കുന്നു. അന്ന് രാത്രി അരുൺ ദിയയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോഗോ അസൂയയോടെ അത് നോക്കി നിൽക്കുന്നുണ്ട്. അവൻ മില്ലിയെ കാണാൻ പോകുന്നു. മില്ലി വീണ്ടും അരുണിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അരുണിന് സ്വന്തമായ ഒരു സ്കൂളുണ്ട്, അവിടെ അനാഥ കുട്ടികളാണ് പഠിക്കുന്നത്, അരുൺ വളരെ നല്ലവനാണ് എന്നൊക്കെ കേട്ട് ദേഷ്യം വന്ന ഗോഗോ അവൾക്കൊരു ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അത് കഴിച്ച ഉടനെ മില്ലിക്ക് മയക്കം വരുന്നു. ആ സമയത്ത് ഗോഗോ മില്ലിയോട്, നീ ദിയയുടെ വീട്ടിൽ ജോലിക്ക് പോകുമ്പോൾ അവിടെ ഹൃദയ ചിഹ്നമുള്ള ഒരു കർച്ചീഫ് ഉണ്ട്, അതെനിക്ക് കൊണ്ടുവന്ന് തരണം, എന്തിനാണെന്നൊന്നും ചോദിക്കരുത്, നിനക്ക് എന്റെ കൂടെ വിദേശത്തേക്ക് വരണമെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് പറയുന്നു. ഗോഗയോടുള്ള ഇഷ്ടം കാരണം മില്ലി അത് സമ്മതിക്കുന്നു. മില്ലി പോയ ശേഷം ദിയയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ അവിടേക്ക് വിളിപ്പിച്ച്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ ദിയ നിന്റേതാകും എന്ന് പറഞ്ഞ ഒരു കാര്യം ഏൽപ്പിക്കുന്നു. അന്ന് ഗ്രാമത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ നൃത്തം ചെയ്യാൻ ഒരു സ്ത്രീ വരുന്നുണ്ട്. ജനങ്ങളെല്ലാം അവളെ കാണാൻ പോകുന്നു. അരുണിന്റെ പ്രസംഗം കേൾക്കാൻ ആരുമില്ല. ഈ സമയത്ത് മില്ലിയെ ഇഷ്ടപ്പെടുന്ന ആളുമായി സംസാരിച്ച് ഗോഗോ നിഖിലിനെ അവിടെ വരുത്തിച്ച് അവനെ കൊണ്ട് മദ്യം കുടിപ്പിക്കുന്നു. നിഖിൽ ദിയയെ കുറിച്ച് മോശമായി സംസാരിച്ച ഒരാളുമായി വഴക്കിടുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞ അരുൺ നിഖിലിനോട് ദേഷ്യപ്പെട്ട് അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. അടുത്ത ദിവസം മില്ലി ദിയയുടെ വീട്ടിൽ ജോലിക്ക് വരുമ്പോൾ നിഖിലിന്റെ കാര്യം പറയുന്നു. നിഖിൽ ചെയ്ത തെറ്റുകൊണ്ട് അരുൺ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്നും അവൻ ആഹാരം പോലും കഴിക്കാതിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ദിയ നിഖിലിനോട് സംസാരിക്കാമെന്നും അരുണിനോട് പറഞ്ഞ് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാമെന്നും വാക്കുകൊടുക്കുന്നു. അരുൺ വീട്ടിൽ വന്നപ്പോൾ ദിയ നിഖിലിന് വേണ്ടി സംസാരിക്കുന്നു. അവൻ നല്ലവനാണ്, മറ്റുള്ളവർ നിർബന്ധിച്ചതുകൊണ്ടാണ് അന്ന് കുടിച്ചത് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഞാനൊരു തീരുമാനമെടുത്താൽ അത് മാറ്റില്ല എന്ന് പറഞ്ഞ് അരുൺ ദിയയോട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്നു. ഇതാണ് ശരിയായ സമയമെന്ന് കരുതി ഗോഗോ അരുണിന്റെ അടുത്തേക്ക് ചെന്ന്, അരുൺ, നിന്റെ ഭാര്യ ദിയയെ കുറിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, നിഖിലിനും ദിയയ്ക്കും ഇടയിൽ ഒന്നുമില്ലെന്നാണോ നീ കരുതുന്നത്? അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്, നീ അറിയാതെ അവർ നിന്നെ വഞ്ചിക്കുകയാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അരുൺ, എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു. കൂൾ, ഞാൻ പറഞ്ഞതെല്ലാം നീ വിശ്വസിക്കില്ലെന്നറിയാം, അതുകൊണ്ട് തെളിവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ഈ വീഡിയോ കാണ് എന്ന് പറഞ്ഞ് നിഖിലും ദിയയും അടുത്തിടപഴകുന്ന വീഡിയോ കാണിക്കുന്നു. അപ്പോഴും ഗോഗോയെ വഴക്ക് പറഞ്ഞ്, അങ്ങനെയൊന്നുമില്ല, അവർ സഹോദരങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞ് അരുൺ വീട്ടിലേക്ക് വരുന്നു. അന്ന് രാത്രി ദിയ വീണ്ടും നിഖിലിനെ കുറിച്ച് സംസാരിക്കുന്നു. ഗോഗോ പറഞ്ഞ വാക്കുകൾ അരുണിന്റെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ശരിക്കും നിഖിലിനും ദിയയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയം അവന്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട്. അതേസമയം മില്ലി ദിയയുടെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് മോഷ്ടിച്ച് ഗോഗോയ്ക്ക് കൊടുക്കുന്നു. ഗോഗോ അത് പിങ്കിയുടെ കയ്യിൽ കൊടുത്ത് കുറച്ച് പണവും നൽകി അവളെ കൊണ്ട് താൻ പറയുന്നത് പോലെ ചെയ്യിപ്പിക്കുന്നു. പിങ്കി ആ കർച്ചീഫ് പിടിച്ചു നിൽക്കുന്നതിന്റെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നു. അന്ന് രാത്രി ദിയ അരുണുമായി അടുത്തിടപഴകാൻ ശ്രമിക്കുമ്പോൾ അവൻ അവളെ ഒഴിവാക്കുന്നു. നാട്ടുകാർ നിഖിലിനെയും ദിയയെയും കുറിച്ച് സംസാരിക്കുന്നത് അവന്റെ മനസ്സിൽ വരുന്നുണ്ട്. കുറെ ആലോചിച്ച ശേഷം ദിയ അങ്ങനെയൊന്നും ചെയ്യില്ല, ഗോഗോ എന്റെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുകയാണ് എന്ന് കരുതി അവൻ ഗോഗോയുടെ അടുത്തേക്ക് ചെന്ന് വഴക്കിടുന്നു. എനിക്കറിയാം ഇതെല്ലാം നീയാണ് ചെയ്യുന്നത്, ദിയയെ കുറിച്ച് അപവാദം പറയരുത് എന്ന് പറയുന്നു. ഓ മൈ ഫ്രണ്ട്, നീ സമാധാനപ്പെട്, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ദിയയ്ക്ക് കൊടുത്ത് ഹൃദയ ചിഹ്നമുള്ള കർച്ചീഫ് ചോദിക്കും, അവൾ അത് നിഖിലിന് കൊടുത്തു എന്ന് ഗോഗോ പറയുന്നു. അരുൺ വീട്ടിൽ വന്ന് ദിയയുടെ ഫോൺ പരിശോധിക്കുമ്പോൾ അവൾ നിഖിലിനെ പലതവണ വിളിച്ചതായി കാണുന്നു. എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തൊക്കെയോ ന്യായങ്ങൾ പറയുന്നുണ്ട്. ശരി, ഫോൺ ചെയ്തത് വിടാം, ഞാൻ തന്ന കർച്ചീഫ് എവിടെ, എനിക്കിപ്പോ വേണം എന്ന് പറയുന്നു. ദിയ എത്ര തിരഞ്ഞിട്ടും കർച്ചീഫ് കിട്ടുന്നില്ല. അരുണിന് ദേഷ്യം കൂടുന്നു. ഗോഗോ പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതും ശരിയാണ്, നിനക്ക് നിഖിലുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ദിയയെ അടിക്കാൻ ശ്രമിക്കുന്നു. ദിയ കരഞ്ഞുകൊണ്ട്, നിങ്ങളാണോ ഇങ്ങനെ സംസാരിക്കുന്നത്, എനിക്കും നിഖിലിനും ബന്ധമുണ്ടെന്നോ എന്ന് ചോദിച്ച് മുറിയിൽ പോയി കരയുന്നു. അതേസമയം പിങ്കി നിഖിലിന് ഒരു സമ്മാനം നൽകുന്നു. ഞാനിത് സ്വന്തമായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ആ കർച്ചീഫ് അവന് നൽകി ഒരു ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ അവളാണെങ്കിൽ ഗോഗോയ്ക്ക് അയച്ചു കൊടുക്കുന്നു. അരുൺ ദിവസവും മാനസികമായി തളരുന്നുണ്ട്. അവൻ ദിയയുടെ അടുത്തേക്ക് ചെന്ന്, നീ സത്യം പറ, നിനക്ക് നിഖിലിനെ ഇഷ്ടമാണോ? ആണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കാം, പക്ഷേ എന്നെ വിവാഹം കഴിച്ച് അവനുമായി ബന്ധം വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ദിയ, ഞാൻ
നിങ്ങൾക്ക് വേണ്ടി എന്റെ അച്ഛനെയും കുടുംബത്തെയും ഉപേക്ഷിച്ചു വന്നതാണ്, എന്നിട്ടിപ്പോൾ എന്നെ സംശയിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. ഈ സമയം മില്ലി ജനലിലൂടെ ഒളിഞ്ഞു നോക്കുന്നത് ദിയ കാണുന്നു. മില്ലിയോട് കർച്ചീഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവൾ കണ്ടില്ലെന്ന് കള്ളം പറയുന്നു. അരുൺ ഗോഗോയുടെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. അദ്ദേഹം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. സംശയം കൊണ്ട് ആ നല്ല ബന്ധം തകർക്കരുത്. ദിയ നല്ല കുട്ടിയാണ്, അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉപദേശിക്കുന്നു. പുറത്തു വന്ന അരുണിനെ കണ്ട് ഗോഗോ എന്താ എന്റെ അച്ഛനെ കണ്ടത് എന്ന് ചോദിക്കുന്നു. നീ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം ഇങ്ങനെയായത് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വഴക്കിടുന്നു. നിൽക്ക്, ഞാനൊരു ഫോട്ടോ കാണിക്കുക എന്ന് പറഞ്ഞ് ഗോഗോ നിഖിലും പിങ്കിയും കർച്ചീഫുമായി നിൽക്കുന്ന ഫോട്ടോ കാണിക്കുന്നു. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ നിഖിലിനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കാം എന്ന് പറഞ്ഞ് ഗോഗോ നിഖിലിന്റെ അടുത്തേക്ക് പോകുന്നു. അവൻ പിങ്കിയെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കരുതി നിഖിൽ അതെ, ഞാനും പിങ്കിയും പ്രണയത്തിലാണ്, ഈ ബന്ധം അരുണിനോട് പറയരുത് എന്ന് പറയുന്നു. പിങ്കി എന്ന പേര് പറയാതെ അവൾ എന്ന് മാത്രം പറയുമ്പോൾ മറഞ്ഞു നിന്ന് കേൾക്കുന്ന അരുൺ നിഖിൽ ദിയയുമായുള്ള ബന്ധം സമ്മതിച്ചെന്ന് തെറ്റിദ്ധരിക്കുന്നു. അവൻ ദേഷ്യത്തിലും സങ്കടത്തിലും ദിയയെ കൊല്ലാൻ തീരുമാനിക്കുന്നു. ദിയയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചയാൾ അരുണിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അരുൺ അയാളെ കൊന്ന് വീട്ടിലേക്ക് പോകുന്നു. ദേഷ്യത്തോടെയും വേദനയോടെയും ഉറങ്ങിക്കിടക്കുന്ന ദിയയെ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നു. കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ ഗോഗോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസത്തിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, നിന്റെ പതനം കാണാൻ. ഇതെല്ലാം ചെയ്തത് ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റിന് നീ തന്നെ ശിക്ഷ താ, എന്നെ വെടിവെക്ക് എന്ന് പറഞ്ഞ് ഗോഗോ തോക്ക് നൽകുന്നു. താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയ അരുൺ ജീവന തുല്യം സ്നേഹിച്ച ദിയയെ കൊന്നല്ലോ എന്നോർത്ത് സ്വയം വെടിവെച്ച് മരിക്കുന്നു. അതിനുശേഷം ഗോഗോ എന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അരുൺ മരിച്ചു, ദിയയെയും കൊന്നു, എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് സ്വയം വെടിവെച്ച് മരിക്കുന്നു. ഇതോടെ സിനിമ അവസാനിക്കുന്നുണ്ട്. ഇതൊരു ദാരുണമായ കഥയാണ്. യഥാർത്ഥത്തിൽ ഗോഗോയ്ക്ക് അരുണിനെ ഇഷ്ടമായിരുന്നു. എന്നാൽ തന്നേക്കാൾ മികച്ചവനായി അരുൺ മാറുന്നതും എല്ലാവരും അവനെ പുകഴ്ത്തുന്നതും ഗോഗോയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്പം മുതലുള്ള അസൂയയും വെറുപ്പും കാരണം അവൻ എല്ലാവരുടെയും ജീവിതം തകർത്തു. സംശയം എന്നൊരു വികാരം കാരണം മാത്രമാണ് അവസാനം എല്ലാവരും മരിച്ചത്. ഗോഗോയ്ക്ക് പോലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനടി നിങ്ങളുടെ അരികിലേക്ക് എത്തുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.